ഇവിടെ ഒരാൾ യുദ്ധത്തിൽ തോറ്റുപോയി. തൊട്ടടുത്ത് തന്നെ അയാളുടെ മകൾ ഉർസയുമുണ്ട്. മകളെ വെറുതെ വിടാൻ പറഞ്ഞാൽ എനിമി ലീഡറായ സോറനും ഒന്നെങ്കിൽ അവളെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ ഇവൾ നിന്നെ കൊന്നാൽ ഞാൻ ഇവളെ വെറുതെ വിടാമെന്ന് പറഞ്ഞു. അയാളും അവളുടെ കയ്യിൽ കത്തി കൊടുത്ത് മകളെ രക്ഷിക്കാൻ വേണ്ടി സ്വയം മരിക്കാൻ തീരുമാനിച്ചു. ഓഫ് കോഴ്സ് അവൾ അതിന് തയ്യാറായില്ല. നീ ഇതിന് പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് സ്വയം കത്തി കുത്തി ഇറക്കി. ഇപ്പൊ അവളും വലുതായി. മകനെയും കുറച്ചു പേരെയും കൂട്ടി അച്ഛന് വേണ്ടി പ്രതികാരം ചെയ്യാൻ ആ എനിമി ലീഡറിന്റെ നാട്ടിലേക്ക് തന്നെ പോയി. അവിടെയുള്ളവരെയെല്ലാം കളഞ്ഞു. ഒരുത്തൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവനെ ടോർച്ചർ ചെയ്ത് അയാൾ ഇപ്പോൾ ഉള്ള സ്ഥലം കണ്ടുപിടിച്ചു. അതിനിടയിൽ ആകാശത്തൂടെ ഒരു ഇൻവിസിബിൾ ആയ സ്പേസ് ഷിപ്പ് പോകുന്നുണ്ട്. ആരോ ഒരാൾ അവരെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സോറനുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അവരുടെ ഗാങ് ഫുള്ള് വന്നിട്ടുണ്ട്. നേരെ പോയി ഗേറ്റിൽ മുട്ടി. അത് തുറന്നതും അയാളുടെ സോൾജേഴ്സിനെ ഉർസയും ഒരു ഷീൽഡ് വെച്ചാണ് കൊന്നോണ്ടിരിക്കുന്നത്. മകനും സഹായത്തിനുണ്ട്. അങ്ങനെ ഫുൾ ആർമിയെയും കൊന്ന് അയാളുടെ കൊട്ടാരത്തിനകത്തേക്ക് തന്നെ കയറി. അപ്പോ ഇവരെ പിന്തുടർന്ന് വന്ന ആളും അവിടേക്ക് വന്നിട്ടുണ്ട്. ഉർസ സോറനെ കണ്ടത് ദേഷ്യത്തിൽ അയാളെ കൊല്ലാൻ വന്നാൽ അയാളും അവൾ ആരാണെന്ന് അറിഞ്ഞതും അവളുടെ അച്ഛനെ പറ്റി മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ഉർസയുടെ മകൻ തന്നെ അയാളെ കൊന്നു കളഞ്ഞു. പെട്ടെന്ന് അവനെ എന്തോ അടി കിട്ടി തെറിച്ചു പോയി. നോക്കിയാലും ഒരു അൾക്കിനെ പോലെയുള്ള ഒരു പ്രിഡേറ്റർ ആണ് ഇവരെ ഫോളോ ചെയ്ത് വന്നിരുന്നത്.